മൈൻഡ് സെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഡോക്ടർ, ആസ് എ ലേഡി ഐ വുഡ് ലൈക്ക് ടു ടച്ച് ദ ടോപ്പിക് ഓഫ് വിമൻ ഇൻ ദ ബിസിനസ് വേൾഡ്, വിമൻ ഓൺടർപ്രണർഷിപ്പ്. അപ്പം ഞാനൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ വളരെ സങ്കടകരമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണ്ടത്. ഇന്ത്യയിൽ 5,85,00,000 എന്റർപ്രൈസസ് ഉണ്ടെങ്കിൽ അതിൽ വെറും 14% വിമൻ ഓൺടർപ്രണേഴ്സ് ഉള്ളൂ. അപ്പോൾ വളരെ മോശമായ ഒരു പെർസെൻറ്റേജും സങ്കടവും തോന്നിയ നമ്പർ കണ്ടപ്പോൾ. അപ്പോൾ എങ്ങനെ നമുക്ക് വിമൻ ഓൺടർപ്രണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുക, അവരെങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റുക? ഇതുവരെ ചോദിച്ചതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. കാരണം കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകളെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യ വിജയിക്കും. കാരണം അത്രമാത്രം കഴിവുള്ളവരും പ്രാപ്തരുമാണ്. മനസ്സിലായല്ലേ? നമ്മൾ ബിസിനസ്സിൽ സ്ത്രീകളും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് വേറെ ലെവലിലേക്ക് പോകും. കാരണം ഒന്ന്, അവർക്ക് ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരാണ്. പുരുഷന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഒരു സമയത്ത് തന്നെ ചെയ്യാൻ പറ്റും. കൾച്ചർ സെറ്റ് ചെയ്യുന്നത് പൊതുവെ സ്ത്രീകളാണ്. അവരുടെ അടുത്താണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിനും, ഇപ്പം നമ്മൾ അംബാനീൻ്റെ അടുത്ത് നോക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടെ നടക്കുന്നതുകൊണ്ട് ആ പ്രസ്ഥാനം പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഏത് പ്രസ്ഥാനത്തിലും സ്ത്രീകൾ ഡയറക്ടറായിട്ടോ ബോർഡിലോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിലോ അല്ലെ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് നന്നായി വളരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, എന്ന് സ്ത്രീകൾ മുന്നോട്ട് വരുന്നോ, എന്ന് പുരുഷന്മാർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നു, എന്ന് ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് അവരുടെ കഴിവുകളും അവരുടെ കൾച്ചറുകളും ഞാൻ യൂസ് ചെയ്യുന്നോ, അന്ന് ഇന്ത്യ രക്ഷപ്പെടും വിശ്വസിക്കുന്ന ഒരാളാണ്. നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് പലരും പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് BNL ക്വീൻസ് ചാപ്റ്റർ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് വരെ ആർക്ക് തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അത് തുടങ്ങണം. അതിൻ്റെ ചാലഞ്ച് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അത് വിജയം. ഇന്ന് നിങ്ങൾ ക്വീൻസ് ചാപ്റ്റർ പോയി നോക്ക്, ഏറ്റവും നല്ല ചാപ്റ്ററാണ്, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഈ രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പം അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കണം, സൊസൈറ്റിയിൽ മാറ്റിയെടുക്കണം. പിന്നെ സ്ത്രീകൾക്കും പറഞ്ഞു കൊടുക്കണം, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുണ്ട്, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നും ഏത് രീതിയിൽ പോകണമെന്നും ഏത് സാഹചര്യത്തിലും എന്ത് ചാലഞ്ച് ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനേ ഉള്ളൂ.